ഗൈസ്, ഇന്ന് മെയ് 2-ാം തീയതി. പണ്ടൊക്കെ ഞങ്ങൾ ഇത്ര അധികം ടെൻഷൻ അടുപ്പിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ റിസൾട്ട് വരുന്നത് മെയ് 2-ാം തീയതിയാണ്. 10ാം ക്ലാസ്സിന് മുന്നുള്ള കാലം കേട്ടോ. 2-ാം തീയതി വീടിനടുത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മളൊരു പോക്കുണ്ട് സ്കൂളിലേക്ക്. സ്കൂളിൽ എത്ര വരെ ടെൻഷനായിരിക്കും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഏതെങ്കിലും ബോർഡിലോ അങ്ങനെ ചിലപ്പോൾ ആ സ്കൂളിലൊരു 10,000-2,000 പേരുടെ ഓരോ ഡിവിഷനാക്കി തിരിച്ചിട്ട് ജയിച്ചവരുടെ പേര് മാത്രം ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളതിൽ നിന്ന് നമ്മുടെ ഡിവിഷനൊക്കെ പോയി നോക്കി നമ്മൾ തിരഞ്ഞ് നമ്മുടെ പേര് കാണുമ്പോണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇനി അതല്ല, നമ്മുടെ അതിൽ പേര് അതിലില്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കൂടെ വന്നവരോട് നമ്മൾ പറയും, എടാ ഞാൻ പൊട്ടിയിട്ടാ. അപ്പോൾ അതിലേതെങ്കിലും ഒരുത്തൻ അവൻ പറയും, എടാ ഞാനും പൊട്ടിയിട്ടാന്ന്. അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ഫീലായിരിക്കും ആ ഒരു സംസാരത്തിലും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയധികം ഫീൽ ചെയ്ത നിമിഷങ്ങളായിരിക്കും അതൊക്കെ. അതല്ല, ഇനിയിപ്പോൾ എല്ലാവരും ജയിച്ച് നമ്മൾ മാത്രമേ പൊട്ടിയുള്ളൂ എന്ന് വെച്ച് ഞാൻ പറയും, നമ്മളെ ഒറ്റയ്ക്കാക്കി നിങ്ങളൊക്കെ പോയില്ലടാ, പൊക്കോ നമ്മളൊന്നും ഒറ്റയ്ക്കല്ലേ. ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർക്കുമ്പോൾ, ഇപ്പോൾ മാത്രമല്ല അപ്പോഴും നമ്മൾ ആ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്നൊക്കെ എല്ലാം മാറി, ഈ സംഭവങ്ങളൊന്നുമില്ല. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ മെയ് 2 പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.